ദൃശ്യങ്ങളിൽ കാണുന്നത് കല്ലും പാറയും മറ്റും നീക്കം ചെയ്യാൻ JCB അടക്കം ഉപയോഗിച്ചുള്ള വലിയ ശ്രമങ്ങൾ പുരോഗമിക്കുന്നതാണ്. CB അനുമോദ് ഉള്ളത് മുകളിൽ മുണ്ടക്കയിലാണ്. അവിടെ ഒരു വീട്, അവിടെ ഒരു 5ഓളം ആളുകളെ കാണാനില്ല എന്നുള്ള വിവരം പുറത്തു വന്നിരുന്നു. അവിടെ രക്ഷാപ്രവർത്തനം നടക്കുന്നു. അനുമോദ്, ഏറ്റവും പുതിയ വിവരങ്ങൾ. രഞ്ജിത്തെ, ഒരു പ്രധാനപ്പെട്ട സന്ദേശം കൂടി പങ്കുവെക്കാനാണ് ഈ ഒരു ഘട്ടം നമ്മൾ ശ്രമിക്കുന്നത്. അതായത് ഇവിടെ കോൺക്രീറ്റ് കട്ടറിന്റെ കുറവ് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറത്തു നിന്നും എത്തിയ കോൺക്രീറ്റ് കട്ട് ചെയ്യാനുള്ള വൈദഗ്ധ്യമുള്ള അതിന്റെ ഉപകരണങ്ങളുള്ളവർ ഈ മേപ്പാടിയിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ അവർക്ക് ഇങ്ങോട്ട് എത്തിച്ചേരാൻ കഴിയുന്നില്ല. അപ്പോൾ നമുക്ക് അത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അവരെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള ഒരു നടപടി നമ്മൾ എടുക്കേണ്ടതുണ്ട്. അവരുടെ അധികൃതർ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവരികയാണ്. കാരണം ഇവിടേക്ക് ദുരന്ത മേഖലയിലേക്ക് ആരെയും പ്രവേശിപ്പിക്കുന്നില്ല. പക്ഷേ അവരുടെ പക്കൽ ഈ കോൺക്രീറ്റ് കട്ട് ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങളടക്കമുണ്ട് എന്നാണ് അവർ നമ്മെ വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. അത് ഈ ഒരു ഘട്ടത്തിൽ ഈ രക്ഷാപ്രവർത്തനത്തിന് ഏറെ ആവശ്യമുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അത്തരത്തിൽ ഈ വരുന്ന ആളുകൾക്ക് ഇവിടേക്ക് വരാനുള്ള ഒരു സൗകര്യം അധികൃതർ നൽകണം എന്ന ഒരു കാര്യം കൂടി ആവശ്യപ്പെടുന്നുണ്ട്. കാരണം നമ്മൾ രാവിലെ മുതൽ കാണുന്നതാണ് ഇവിടുത്തെ അവസ്ഥ. ഈ കോൺക്രീറ്റ് കട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഒരു ഹാമർ കൊണ്ട് മണിക്കൂറുകളായിട്ട് നടത്തുന്ന ശ്രമം ഇപ്പോഴും പൂർണ്ണമായും വിജയിച്ചിട്ടില്ല. ഇപ്പോഴും ആ മൃതദേഹങ്ങൾ, അതുപോലെ മറ്റ് ഇടങ്ങളിൽ തെരച്ചിൽ നടത്തുന്ന സംവിധാനങ്ങൾ, ഇതൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആ തരത്തിൽ കൂടുതൽ സാങ്കേതിക സംവിധാനങ്ങൾ ഇവിടേക്ക് ആവശ്യമാണ്. പരിമിതികളുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ ഈ ഒരു കോൺക്രീറ്റ് കട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളുമായി തയ്യാറായി വന്നിരിക്കുന്ന ആളുകളെ ഇവിടേക്ക് എത്തിക്കാൻ അധികൃതർ ശ്രമിക്കണം. അതിനുള്ള അനുവാദം നൽകണം എന്നുകൂടി ഈ ഒരു ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. എന്നാണെങ്കിൽ ഇവിടെ ഈ ഒരു തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ഇതുവരെയും ഇവിടേക്ക് വെള്ളം പോലും വന്നിട്ടില്ല. അതും ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന്റെ തെരച്ചിലിനെയൊക്കെ ബാധിക്കുന്ന കാര്യമാണ്. കാരണം രാവിലെ മുതൽ ഈ ഇത്തരത്തിൽ കഠിനമായി ജോലി ചെയ്യുന്നവരാണ് ഈ രക്ഷാപ്രവർത്തകരൊക്കെ. അവർ അല്പം വെള്ളമാണ് അവർ ആവശ്യപ്പെടുന്നത്. അതുപോലും ഈ ഒരു ഘട്ടം വരേക്ക് ഇവിടേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് സങ്കടകരമായ ഒരു കാര്യമാണ്. എന്താണെങ്കിലും അധികൃതർ ഈ വിഷയങ്ങളിൽ അടിയന്തരമായിട്ട് ഇടപെടണം എന്നുകൂടി നമ്മൾ അഭ്യർത്ഥിക്കുകയാണ്. രഞ്ജിത്ത്. അനുമോദ്, താഴെ തൊട്ട് താഴെ നിന്ന് ആളുകൾ മുകളിലേക്ക് കയറി വരുന്നുണ്ട്. കൂടുതൽ രക്ഷാപ്രവർത്തകർ, നമ്മുടെ VB ആയിരുന്നു അല്പം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിവരങ്ങൾ നമുക്ക് കൈമാറിയിരുന്നു. അവരുടെ കയ്യിൽ ഈ ആധുനിക കാര്യങ്ങളുണ്ട്, ആധുനിക സംവിധാനങ്ങളുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ കട്ടർ അടക്കമുള്ള, ഇലക്ട്രോണിക് കട്ടർ അടക്കമുള്ള സംവിധാനങ്ങൾ കൊണ്ടാണ് ഈ പുതിയ സംഘം അങ്ങോട്ടേക്ക് മല കയറുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ അനുമോദിനെ കാണാൻ സാധിക്കുന്നില്ല എങ്കിലും നമുക്കിവിടെ നമ്മൾ ആ ദൃശ്യങ്ങൾ വളരെ കൃത്യമായി തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അവരെ ആ വിവരം അറിയിക്കുക. കൂടുതൽ സംവിധാനങ്ങളുമായി, കൂടുതൽ സന്നാഹങ്ങളുമായി ഇപ്പോൾ ആളുകൾ അങ്ങോട്ട്, കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ, രക്ഷാപ്രവർത്തകർ, NDRFന്റെ സംഘമടക്കം വലിയൊരു സംഘം അങ്ങോട്ടേക്ക് മല കയറി വരുന്നുണ്ട്. അവരോട് അത് ഉപയോഗിക്കാം അല്പസമയത്തിനകം എന്നും നമ്മൾ വിചാരിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങൾ അത് വളരെ കൃത്യമായി തന്നെ കാണാൻ സാധിക്കും. അനുമോദ്, ദൃശ്യങ്ങളിലേക്ക് തന്നെ വളരെ കൃത്യമായി തന്നെ നമുക്ക് പോകാം. അത് കൂടുതൽ കട്ടറടക്കമുള്ള സംവിധാനങ്ങളുമായി, അവർക്ക് പറ്റാവുന്നതിലധികം സാധനങ്ങളുമായി അവർ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അനുമോദ്. അനുമോദ് കേൾക്കാമോ? രഞ്ജിത്ത്, എന്താണെങ്കിലും ആശ്വാസകരമാണ് ആ ഒരു നടപടി. അത് എത്രയും വേഗം ഇവിടെ എത്തട്ടെ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇവിടെ ഈ ഒരു തെരച്ചിൽ, ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് പ്രതീക്ഷിക്കുന്ന വേഗം കൈവരികയുള്ളൂ. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഒരു ഹിമാലയൻ അധ്വാനമാണ്, ഹിമാലയൻ ടാസ്ക്കാണ് ഇവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്നത്. ഈ ഒരു വീടിന് താഴെ വലിയ മരത്തിന്റെ വലിയ തടികളൊക്കെ വന്ന് കുടുങ്ങിക്കിടക്കുകയാണ്. അതെല്ലാം തന്നെ ഇപ്പോൾ കെട്ടി വലിച്ച് പുറത്തെടുക്കാനുള്ള അധ്വാനമാണ് ഇവിടെ കാണുന്നത്. ഇന്ന് 2 മണിക്കൂറായി ഈ ഒരു മേഖലയിൽ മാത്രം ഇവരുടെ ഈ ഒരു പ്രയത്നം തുടങ്ങിയിട്ട് 5 പേരാണ് ഇതിന്റെ താഴെ കുടുങ്ങിക്കിടക്കുന്നത്. സഹദേവൻ, ഈ ഒരു വീടിന്റെ ഉടമസ്ഥൻ, അദ്ദേഹത്തിന്റെ ആ ഒരു സങ്കടം നമ്മളോട് അല്പസമയം മുമ്പ് പങ്കുവച്ചിരുന്നു. ഇത് ഒരു സ്ഥലത്ത് മാത്രം കാര്യമല്ല. ഇവിടെ എത്ര വീടുകളുണ്ടെന്നറിയില്ല, എത്ര വീടുകളുണ്ടോ അതിലൊക്കെ എത്ര ആളുകളുണ്ടോ എന്നറിയില്ല. അപ്പോൾ അവിടെയൊക്കെ ഈ തെരച്ചിലിൻ്റെ സംവിധാനങ്ങൾ ഇത്തരത്തിൽ
കുറെ കൂടി എത്തിച്ചേരേണ്ടതാണ് ഈ ഒരു ഘട്ടത്തിൽ. പക്ഷേ നമുക്കറിയാം പരിമിതികളുണ്ട്. ബെയിലി പാലം യാഥാർത്ഥ്യമാകാതെ അതൊന്നും തന്നെ യന്ത്ര സംവിധാനങ്ങളൊന്നും ഇങ്ങോട്ട് എത്തുകയില്ല എന്നുള്ളൊരു വസ്തുതയാണ്. എന്നാൽ ഇപ്പോൾ കുടിവെള്ളം ഇവിടേക്ക് എത്തുന്നു എന്നതിൻ്റെ ഒരു ആശ്വാസകരമായ കാര്യം കൂടി നമ്മൾ പങ്കുവെക്കട്ടെ. കുടിവെള്ളം, രക്ഷാപ്രവർത്തകർക്കുള്ള കുടിവെള്ളം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അധികൃതരുടെ ഇടപെടലിന് നന്ദി പറയേണ്ടതുണ്ട്. കാരണം അത്രമാത്രം അത്യധ്വാനത്തോടെയാണ് ഇവിടെ ഓരോ പ്രവൃത്തിയും നടക്കുന്നത്. ഇപ്പോൾ ഇവർ ഉന്നയിക്കുന്ന ചെറിയ ചെറിയ ആവശ്യങ്ങൾ അത് നമുക്ക് അധികൃതർക്ക് എത്തിക്കാൻ കൂടിയാണ് ഈ ഒരു ഘട്ടം ഉപയോഗിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പ്രതിസന്ധിയായിട്ട് മഴ പെയ്യാൻ തുടങ്ങിയിരിക്കുന്ന രാജ്യത്ത് ഈ ഒരു മേഖലയിൽ മഴ ചാറി തുടങ്ങിയുന്നുണ്ട്. നമുക്കറിയാം ഇത് മഴ പെയ്തു കഴിഞ്ഞാൽ ഈ ഒരു മേഖലയുടെ സ്ഥിതി നമുക്ക് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നതാകും. കാരണം ഒന്നാമത് നമ്മൾ നിൽക്കുന്ന നിലം ആകെ ചേറാണ്. അതായത് ഒട്ടും ബലമില്ല ഈ നിലത്തിന്. എവിടെ ചവിട്ടിയാൽ എന്താകുമെന്ന് അറിയില്ല. അപ്പോൾ ഒരു കുത്തൊഴുക്ക് ഉണ്ടെങ്കിൽ നമുക്കിനി അതിനെ മറികടക്കുക, അതിജീവിക്കുക എളുപ്പമുള്ള സാഹചര്യമല്ല. മഴ ഉണ്ടാകാതിരിക്കാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കാരണം മുട്ടറ്റം ആഴത്തിലാണ് നമ്മളൊക്കെ ഇവിടെ നിൽക്കുന്നത്. അത്രമാത്രം വലിയ സാഹചര്യങ്ങളാണ്. മഴ പെയ്താൽ ഈ രക്ഷാപ്രവർത്തനത്തിനെയും തെരച്ചിലിനെയൊക്കെ അത് ബാധിക്കും. പ്രതികൂല കാലാവസ്ഥ അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കും. നിലവിൽ രക്ഷാപ്രവർത്തനം കുടിവെള്ളം എത്തിയതിൻ്റെ ഒരു ആശ്വാസം രക്ഷാപ്രവർത്തകർക്കുണ്ട്. അത്തരത്തിൽ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിക്കുകയാണ്. നമ്മൾ ഈ ഒരു മേഖല മാത്രം കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് ഇവിടെ പ്രധാനപ്പെട്ട 5 ജീവൻ ഇവിടെ ഉണ്ട് എന്നതുകൊണ്ടാണ്. ഈ ഒരു മേഖലയ്ക്ക് ചുറ്റും ഇതുപോലെ തന്നെ പലയിടത്തും പരിശോധനകളും തെരച്ചിലും ഒക്കെ നടക്കുന്നുണ്ട്. ഇവിടെ ഒരു പ്രധാന പ്രശ്നം ഈ ഒരു മേഖലയെക്കുറിച്ച് അറിയുന്നവർ ഇവിടെ അധികമില്ല എന്നുള്ളതാണ്. എവിടെ ഏത് വീടുണ്ടായിരുന്നെന്നോ എന്തുണ്ടായിരുന്നെന്നോ ഒന്നും അറിയുന്ന ആളുകളില്ല ഇവിടെ. അതിൻ്റെ ഒരു പ്രതിസന്ധി ഈ ഒരു രക്ഷാപ്രവർത്തനത്തിൻ്റെ സമയത്ത് നേരിടുന്നുണ്ട്. എന്താണെങ്കിലും മഴ പെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ആശങ്ക നൽകുന്ന ഒരു കാര്യം. നമുക്ക് അവിടേക്ക് തന്നെ വരണം അനുമോദ്. അവിടെ കുടിവെള്ളമടക്കം വെള്ളമൊക്കെ കുടിച്ച് അവരുടെ കഠിനാധ്വാനം തുടരുകയാണ്. ഷബീർ ഉണ്ട്. ഷബീർ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം വല്ലാതെ നൊമ്പരപ്പെടുന്ന ആർത്തലച്ചു കരയുന്ന ബന്ധുജനങ്ങളെ കാണാം. അവരൊക്കെ ചടങ്ങുകൾക്കായി കാത്തു നിൽക്കുന്നു. ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട ആളുകളുടെ കാഴ്ചകൾ ഹൃദയം പിളർക്കുന്നതാണ്. ഷബീർ, കേൾക്കാമോ? നിലവിളിക്കുകയാണ് അവർ. വളരെ പെട്ടെന്ന് തങ്ങൾക്കൊപ്പമുണ്ടായിരുന്ന ഉറ്റവരും ഉടയവരും ഒരു നിമിഷം കൊണ്ട് കൺമുമ്പിൽ നിന്ന് ഒലിച്ചുപോയതിൻ്റെ വേദനയിൽ സങ്കടപ്പെട്ട് ഇനി അവരെ ഒരു നോക്ക് കാണാനാവില്ലല്ലോ എന്നുള്ള പ്രയാസത്തിൽ ആർത്തലച്ചു കരയുന്ന വലിയ വിഭാഗം വയനാട്ടുകാർ. ഇന്നലെ വരെ ഒപ്പമുണ്ടായിരുന്നവരാണ് വളരെ പെട്ടെന്നുണ്ടായ ഒരു കുത്തൊഴുക്കിൽ കൺമുമ്പിൽ ഒലിച്ചു പോകുന്നത്. അവരുടെ അന്ത്യകർമ്മങ്ങൾ ഇപ്പോൾ നടക്കുന്നു. അത് കണ്ട് പൊട്ടിക്കരഞ്ഞ് സങ്കടപ്പെട്ട് ഇനി എന്ത് എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാതെ സുമനസ്സുകളുടെ സാന്നിധ്യത്തിൽ അവരുടെ കരുതലിൽ ഓരോ നിമിഷവും മുന്നോട്ട് കൊണ്ടുപോകുന്നവർ. സങ്കടക്കാഴ്ചകളാണ്. ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഓരോ മൃതദേഹവും അവിടേക്കെത്തി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് അവിടേക്കെത്തിച്ച് അന്ത്യകർമ്മങ്ങൾ നടത്തുന്ന സങ്കടക്കാഴ്ചകൾ കാണാം.